കേന്ദ്ര സർക്കാർ കർഷകർക്കായി നൽകുന്ന വിഹിതം സംസ്ഥാന സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് കർഷകരുടെ സംഘടന. കർഷകരോട് കേരള സർക്കാർ കാണിക്കുന്നത് നീതികേടെന്നും വിമർശനം. ഈ ബജറ്റിലെങ്കിലും സംസ്ഥാന സർക്കാർ കർഷകരെ പരിഗണിക്കും എന്നാണ് കർഷകരുടെ ആവശ്യം. നാളെ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് കർഷക സംഘടനകൾ സമരവുമായി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 4 വർഷമായി വർദ്ധിപ്പിച്ച 32 രൂപ 52 പൈസ നെൽവിള നൽകണമെന്നും ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകർ മാർച്ച് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന സർക്കാർ കർഷകരെ അവഗണിക്കുകയാണ്. നാളെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണമെന്നും നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ തുക നൽകി ഫണ്ട് നൽകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കേന്ദ്ര സർക്കാർ കർഷകർക്കായി നൽകുന്ന വിഹിതം എന്തുകൊണ്ടാണ് കേരള സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നതെന്നാണ് കർഷകരുടെ ചോദ്യം. ബജറ്റിൽ ഇത്തവണയെങ്കിലും തരുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കേരളത്തിലെ ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്നവരാണ് സംസ്ഥാന സർക്കാർ എന്നും കർഷകർ പറഞ്ഞു. പണ്ടൊക്കെ ഇതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടിയിരുന്നത് കർഷകർക്കായിരുന്നു. എന്തുകൊണ്ട് ഈ 4 വർഷമായിട്ട് നെല്ലെന്നുള്ള പദവും കർഷകരെന്നുള്ള ഒരു പദവും ഇവർ മറന്നു പോകുന്നു എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഏകദിന ഉപവാസം. വന്യജീവിയുടെ പ്രശ്നമാണ് പാലക്കാട്ടുള്ളവർക്ക്. അതുപോലെ തന്നെ ഈ കുട്ടനാടൻ മേഖലകളിൽ ഓരുവെള്ളത്തിൻ്റെ പ്രശ്നം, ഉപ്പുവെള്ളം, അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ മേഖലകൾ. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്രയൊക്കെ സാങ്കേതികമായിട്ട് വളർച്ച ഉണ്ടാവാത്ത കാലത്തും ഇതിനൊക്കെ കൃത്യമായ ഒരു കാർഷിക കലണ്ടർ ഉണ്ടായിരുന്നു. ആ കലണ്ടറിനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് കാർഷിക മേഖലയിൽ ഞങ്ങളെ സംരക്ഷിക്കേണ്ട കാർഷിക വകുപ്പാണ്. ജനം, തിരുവനന്തപുരം.